ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുവാണോ? നിങ്ങളുടെ കയ്യിലൊരു ഫോണും കുറച്ച് നെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് തന്നെ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു സീരീസ് ഉണ്ട്. ആ സീരീസാണ് നമ്മൾ ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. 2004 മുതൽ 2010 വരെ ABC-യിലൂടെ സംപ്രേഷണം ചെയ്ത ലോസ്റ്റ് എന്ന സീരീസ്. സോ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ലോസ്റ്റ് നമ്മുടെ സ്റ്റാർ വാർസിൻ്റെ, സ്റ്റാർ ട്രെക്കിൻ്റെ ഒക്കെ ഡയറക്ടറായിട്ടുള്ള ജെ എബ്രഹാംസും ജെഫ്രി ലീബറും കൂടി ക്രിയേറ്റ് ചെയ്തൊരു മാജിക്കാണ് ഈ സീരീസ്. സീരീസുകൾ ഇഷ്ടപ്പെടുന്നവർ മിക്കവരും ഈ സീരീസ് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇനിയും ഒരുപാട് പേര് ഇത് കാണാനുണ്ട്. നിങ്ങളും ഇത് കാണാതെ മടിച്ചു നിൽക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ: നിങ്ങൾ മിസ്സാക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സീരീസിൻ്റെ പ്ലോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ, സിഡ്നിയിൽ നിന്ന് ലോസ് ഏഞ്ചലസിലേക്ക് പോകുന്ന ഓഷ്യാനിക് 815 എന്ന പ്ലെയിൻ ആക്സിഡൻ്റായി ഒരു ഐലൻഡിൽ വീഴുന്നു. തുടർന്ന് അതിനകത്തുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം ആ ഐലൻഡിൽ നിന്നും പുറത്ത് കടക്കാൻ നോക്കുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സീരീസിൻ്റെ ഒരു ബേസിക് പ്ലോട്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താ പറയുക, സീരീസിൻ്റെ ഒരു 0.3% കഥ മാത്രമാണ്. ഇതൊന്നുമല്ല സീരീസിൻ്റെ കഥ. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടാത്ത രീതിയിലാണ് സീരീസ് പോകുന്നത്. ഒരു കഥ പറയുന്നതിന് പകരം ഒരു 200ഓളം കഥകൾ ഈ ഒരൊറ്റ സീരീസിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇവർ ഈ എത്തിപ്പെട്ട ഐലൻഡ് ഒരു സാധാരണ ഐലൻഡ് അല്ലെന്നും അതിൽ ഒരുപാട് നിഗൂഢതകളുണ്ടെന്നും അവരറിയുന്നു. തുടർന്ന് അവരുടെ മനസ്സിന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നതൊക്കെയാണ് സീരീസിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത്. ലോസ്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ജോണറാണ്. നിങ്ങളൊരു പക്ഷേ 4-5 ജോണർ ഒരുമിച്ചുള്ള സിനിമകളും സീരീസുകളും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിലില്ലാത്ത ജോണറുകളില്ല. സീരീസ് തുടങ്ങുന്ന ഒരു മിസ്റ്ററി ഹൊറർ മൂഡിലാണെങ്കിൽ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ അത് എൻറ്റയർലി മാറുന്നുണ്ട്. കോമഡി, റൊമാൻസ്, ആക്ഷൻ, ഫാൻറ്റസി, സയൻസ് ഫിക്ഷൻ, ഡ്രാമ, ത്രില്ലർ, അങ്ങനെ എല്ലാ ജോണറുകളും ഉള്ളൊരു മിക്സ്ചറാണ് ഈ സീരീസ്. പക്ഷേ ഒരു ജോണർ പോലും അനാവശ്യമായിട്ട് കുത്തിക്കയറ്റിയതുപോലെ നമുക്ക് തോന്നത്തില്ല. എല്ലാം നല്ല വെൽ പ്ലേസ്ഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് പറയാനുള്ളത് ഇതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. എന്താ പറയുക, നമ്മൾ കണ്ടാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത്. സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് അവരോടൊരു കണക്ഷൻ ഫീൽ ചെയ്യും. പിന്നീട് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഈ ക്യാരക്ടേഴ്സ് നമ്മുടെ ആരൊക്കെയോ ആണെന്ന് നമുക്ക് തോന്നും. പെതിയെ നമ്മൾ അവരെ കെയർ ചെയ്യാൻ തുടങ്ങും. പിന്നീട് അവരിവിടം വിട്ട് പെട്ടെന്ന് പോവല്ലേ എന്ന് നമ്മൾ ആഗ്രഹിക്കും. അതാണ് ഈ സീരീസിൻ്റെ ഒരു മാജിക്ക്. അത്രയധികം ക്യാരക്ടർ സെൻട്രിക്കാണ് ഈ സീരീസ്. ഒട്ടനവധി ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. ഓരോ സീസൺ കഴിയുന്തോറും പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വരാൻ തുടങ്ങും. ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരു ക്യാരക്ടർ പോലും റിപ്പീറ്റബിൾ ആയിട്ട് തോന്നത്തില്ല. എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്. ആൻഡ് ഇവരുടെയൊക്കെ ഡെവലപ്മെൻറ്റ് ഒരു രക്ഷയില്ല. അതായത് ഇവർ ഈ ഐലൻഡിൽ എത്തുമ്പോഴുള്ള ഇവരുടെ സ്വഭാവമല്ല ഫൈനൽ സീസണിൽ ഇവർക്ക് അത് ഡെവലപ്പായി വളരെയധികം ചേഞ്ച് ആവുന്നുണ്ട്. എസ്പെഷ്യലി ഇതിലെ ജാക്ക് ഷെപ്പേർഡ് എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിയുടെ ഡെവലപ്മെൻറ്റ് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അവർ ചെയ്തത്. ജാക്ക് മാത്രമല്ല, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. സോയർ, ജോൺ ലോക്ക്, കേറ്റ്, ജൂലിയറ്റ്, ബെഞ്ചമിൻ ലൈനസ്, സയ്യിദ്, ഹ്യൂഗോ, അങ്ങനെ ഒരുപാട് വെൽ റിട്ടൺ ക്യാരക്ടേഴ്സ് ഉണ്ട് സീരീസിൽ. ഈവൻ ഒരു പട്ടിക്ക് പോലും ഈ സീരീസിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഈ ക്യാരക്ടേഴ്സ് എല്ലാം എങ്ങനെ ഈ ഐലൻഡിലെത്തി, എന്താണ് അവരുടെ ബാക്ക് സ്റ്റോറി എന്ന ഫ്ലാഷ് ബാക്ക് സീക്വൻസിലൂടെ കാണിക്കുകയും അതേസമയം എന്താണ് ഐലൻഡിലെ പ്രസൻറ്റ് ടൈമിൽ നടക്കുന്നതെന്നും പാരലായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം എൻഗേജിങ് ആയിട്ടാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും സീരീസിലുണ്ട്. ഈവൻ ഓരോ എപ്പിസോഡിൽ വരെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കാണും. അത്രയധികം ഗ്രിപ്പിംഗ് ആയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഒരു സ്ഥലത്തും ലാഗടിക്കുകയോ ബോറടിക്കുകയോ ഒന്നുമില്ല. ലോസ്റ്റ് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നിറച്ചും ആ ഒരു ഐലൻഡ് ആയിരിക്കും. സീരീസ് തുടങ്ങുന്ന മൊമെൻറ്റ് തൊട്ട് അത് കാണുന്ന ഓഡിയൻസും ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ കൂടി ഐലൻഡിൽ ട്രാപ്പാവും. പിന്നീട് നമ്മളും അവരുടെ കൂടെ ആ ഒരു ഐലൻഡിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. സീരീസിൽ ത്രൂ ഔട്ട് സ്റ്റോറി നടക്കുന്നത് ഈ ഒരു ഐലൻഡിലായിട്ടും ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു മടുപ്പ് തോന്നില്ല. ഈവൻ ഫ്ലാഷ് ബാക്ക് സീക്വൻസ് കാണിക്കുമ്പോൾ പോലും ഐലൻഡിൽ നടക്കുന്നത് കാണാനാണ് നമുക്ക് താല്പര്യം. കാരണം ആ ഒരു ഐലൻഡ് അത്രയധികം നമ്മുടെ മനസ്സിൽ കയറിയതുകൊണ്ടാണ്. ഐലൻഡിലാണ് കഥ മുഴുവൻ നടക്കുന്നതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം സീരീസ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നില്ല. ഐലൻഡിലെ തന്നെ പല ഏരിയാസിലേക്കും ടെറൈൻസിലേക്കും സീരീസ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല രസമാണ്. ഓരോ മിസ്റ്ററികൾ ചുരുളഴിച്ച് വരുമ്പോഴും പുതിയ മിസ്റ്ററികൾ വന്നുകൊണ്ടേയിരിക്കും. സോ കാണുന്ന ഓഡിയൻസിന് ഭയങ്കര അധികം ആകാംക്ഷയായിരിക്കും ഇനി എന്താണ് സംഭവിക്കുക എന്ന്. സോ അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ഒരു ബിഞ്ച് മെറ്റീരിയലാണ്. ഒരു എപ്പിസോഡ് എടുത്താൽ പിന്നെ നമ്മൾ നിർത്തില്ല. ബാക്കിയുള്ള എപ്പിസോഡുകൾ കണ്ടിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ചില എപ്പിസോഡുകളൊക്കെ ഇവർ വേറെ ലെവലായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ദ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡുണ്ട്. ലോസ്റ്റ് കണ്ടവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു എപ്പിസോഡാണത്.
അതുമാത്രമല്ല, നമ്മളെ ചിരിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് നല്ല എപ്പിസോഡുകളുണ്ട് സീരീസിൽ. ഈവൻ ചില എപ്പിസോഡുകൾ കാണുമ്പോൾ നമ്മളിങ്ങനെ കിളി പോയി വണ്ടടിച്ചിരിക്കും. അത്രയധികം വെറൈറ്റി ആയിട്ടുള്ള സീരീസാണിത്. ഒരു സ്പെസിഫിക് ജോണറിൽ സ്റ്റിക്ക് ചെയ്യാതെ എല്ലാ ജോണറുകളും എക്സ്പ്ലോർ ചെയ്താണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫുൾ പാക്കേജാണ്. ഓരോ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിലും കിടിലനായിട്ടുള്ള ക്ലിഫ് ഹാങ്ങേഴ്സ് അവർ വെച്ചിട്ടുണ്ട്. ഈ ക്ലിഫ് ഹാങ്ങേഴ്സ് കണ്ട് നമ്മൾ അറിയാതെ അടുത്ത എപ്പിസോഡ് എടുത്തു പോകും. അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിലെ മ്യൂസിക്കിനെ കുറിച്ചാണ്. സിറ്റുവേഷൻസിനെ എലവേറ്റ് ചെയ്ത് വേറെ ലെവലാക്കുന്നതിൽ വലിയൊരു പങ്ക് ഇതിൻ്റെ മ്യൂസിക്കിനാണ്. ബട്ട് പേഴ്സണലി എനിക്ക് അത്ര സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല ഇതിലെ മ്യൂസിക്. കാരണം മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് പോലും സീരീസിലില്ലായിരുന്നു. സിറ്റുവേഷൻ അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞ് ലോസ്റ്റിൻ്റെ മ്യൂസിക് എന്ന് എടുത്തു വെക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും തന്നെ സീരീസിലില്ലായിരുന്നു. സീരീസിൻ്റെ മ്യൂസിക് ചെയ്തത് മൈക്കിൾ ജിയാച്ചിനോ ആണ്. പുള്ളിയുടെ വർക്ക്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ, ജുറാസിക് വേൾഡ്, സ്പൈഡർമാൻ നോ വേ ഹോം, അങ്ങനെ ഒരുപാട് കിടിലൻ സിനിമകളുടെ മ്യൂസിക് ചെയ്ത ആളാണ് പുള്ളി. പക്ഷേ ഇതിലെന്തോ എനിക്ക് അത്ര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. ആ ഒരു മിസ്റ്ററി ഫീല് മെയിൻറ്റെയിൻ ചെയ്യാൻ മ്യൂസിക്കിന് ത്രൂ ഔട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വേറെ ലെവൽ സംഭവമാവുന്നില്ല. ഒരു ലോങ് സീരീസ് ആയിട്ട് കൂടി അതിൻ്റേതായ ഒരു കിടിലൻ ട്രാക്ക് പോലും സീരീസിന് ഇല്ലാത്ത പോലെ തോന്നി. ബട്ട് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ സീരീസിലെ മ്യൂസിക് നല്ലപോലെ എൻജോയ് ചെയ്തേക്കാം. പിന്നെ ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിലെ VFX ആണ്. അത് നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല, കാരണം 2004 ഈ സീരീസ് റിലീസ് ചെയ്തത്. സോ അന്നത്തെ കാലത്തൊരു സീരീസിന് ഇത്ര ലോ VFX എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഇതെടുത്ത് വെച്ച് കാണുമ്പോൾ ചെറിയൊരു കല്ലുകടിയായിട്ട് തോന്നും. പക്ഷേ ഈ നെഗറ്റീവ് ഒന്നും തന്നെ ഈ സീരീസ് കാണാതിരിക്കാനുള്ള കാരണമല്ല. ഇത് ജസ്റ്റ് കുറച്ച് പഴയ സീരീസാണെന്ന മൈൻഡിൽ കാണാൻ നോക്കുക. സോ ലോസ്റ്റിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഇതിൻ്റെ ഫാൻസ്. ഞാൻ പറഞ്ഞു ഇത് 2004 പുറത്തിറങ്ങിയ ഒരു സീരീസാണെന്ന്. പക്ഷേ ഇറങ്ങിയിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഫാൻസിന് ഒരു കുറവുമില്ല. ഇപ്പോഴും ആൾക്കാർ ലോസ്റ്റിനെ പറ്റി ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ലോസ്റ്റ് പോലെ ഒരു സീരീസ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പൈലറ്റ് എപ്പിസോഡ് ജസ്റ്റ് ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. കാരണം അമ്മാതിരി ലെവലായിട്ടാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. ഏകദേശം $14 മില്യൺ അന്നത്തെ കാലത്ത് ഈ പൈലറ്റ് എപ്പിസോഡ് എടുക്കാൻ വേണ്ടി മാത്രം ഇവർ ചിലവാക്കിയത്. അതായത് 2004 ഒരു ബിഗ് ബഡ്ജറ്റ് ഹോളിവുഡ് സിനിമ എടുക്കുന്നതിനേക്കാളും പൈസ മുടക്കിയെടുത്ത എപ്പിസോഡാണ് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. നമ്മൾ ഇന്ന് കാണുന്ന പല സിനിമകളും സീരീസുകളും ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് മേക്ക് ചെയ്തിട്ടുള്ളവയാണ്. സോ അതുകൊണ്ട് തന്നെ ലോസ്റ്റ് എന്ന സീരീസിൻ്റെ ഇൻഫ്ലുവൻസ് ഒട്ടും ചെറുതല്ല. സീരീസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ്. അന്യായമായിട്ടാണ് ഡീറ്റെയിലിങ് ചെയ്തു വെച്ചിട്ടുള്ളത്. റീവാച്ച് ചെയ്യുമ്പോഴാണ് നമ്മളത് കൂടുതൽ അറിയാൻ തുടങ്ങുന്നത്. 6 സീസണുകളിലായി 121 എപ്പിസോഡുകളാണ് ലോസ്റ്റിനുള്ളത്. ഇത് കേട്ടപ്പോൾ തന്നെ പല ആൾക്കാർക്കും ഒരു മടുപ്പ് തോന്നിയിരിക്കും. പക്ഷേ നിങ്ങളങ്ങനെ ഇട്ടിട്ട് പോയാൽ നിങ്ങൾ ഒരുപക്ഷെ മിസ്സാക്കുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ 121 എപ്പിസോഡുകളൊക്കെ എങ്ങനെ ഇരുന്ന് കാണുമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നെടുത്ത് തുടങ്ങി വെക്കുക. ബാക്കി നിങ്ങൾ താനേ കണ്ടോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ എൻഡിങ്ങിനെ കുറിച്ചാണ്. ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു എൻഡിങ്ങാണ് ലോസ്റ്റിൻ്റേത്. പലരും ഇതിൻ്റെ എൻഡിങ്ങിനെ വെച്ച് ഈ ഷോയെ തന്നെ കുറ്റം പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് എല്ലാവരും അതിൻ്റെ ശരിക്കുമുള്ള എൻഡിങ് എന്താണെന്ന് മനസ്സിലാക്കിയത്. അതായത് അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ്. സീരീസ് ആക്ച്വലി ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തതുകൊണ്ടാണ് പലർക്കും ഇതിൻ്റെ എൻഡിങ് മനസ്സിലാവാഞ്ഞത്. ഒരുപക്ഷെ ഇപ്പോഴും പല ആൾക്കാർക്കും ഇതിൻ്റെ ശരിക്കുമുള്ള എൻഡിങ് മനസ്സിലായി കാണില്ല. അതിന് മെയിൻ കാരണം ഇതിൻ്റെ മിസ്റ്ററീസാണ്. ഇവർ ഒരുപാട് മിസ്റ്ററികൾ ഇതിൽ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ സീരീസ് തീർന്നപ്പോഴും പല കാര്യത്തിൻ്റെ ഉത്തരം അവർ തന്നിട്ടില്ലായിരുന്നു. ഇതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ബട്ട് ഇവർ ഫൈനൽ എപ്പിസോഡിന് ശേഷം ഒരു എക്സ്ട്രാ ബോണസ് എപ്പിസോഡും കൂടി ഇറക്കിയിരുന്നു. ഒരു 15 മിനിറ്റുള്ളൊരു എപ്പിസോഡ്. അത് പല ആൾക്കാരും കണ്ടിട്ടില്ല. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിൻ്റെ ഉത്തരം അവർ പറയുന്നുണ്ട്. എന്തായാലും സീരീസിൻ്റെ ഒരു എൻഡിങ് എക്സ്പ്ലനേഷൻ വീഡിയോ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ലോസ്റ്റിൻ്റെ എൻഡിങ്ങിനെ കുറിച്ച് ഇപ്പോഴും ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് ഈ സീരീസിൻ്റെ പോപ്പുലാരിറ്റി. എനിവേ, ഞാൻ ഒരുപാട് സീരീസുകൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ലോസ്റ്റ് പോലൊരു സീരീസ് ഞാൻ വേറെ കണ്ടിട്ടില്ല. സീരീസ് കണ്ടു കഴിയുമ്പോൾ ആ ഒരു ഐലൻഡിനെയും ക്യാരക്ടേഴ്സിനെയും വിട്ട് പുറത്തു വരാൻ വലിയ പാടാണ്. ആൻഡ് വന്നാൽ തന്നെ പിന്നെയും നമുക്ക് ഒന്നും കൂടി കാണാൻ തോന്നും. ആൻഡ് റീവാച്ച് ചെയ്യുമ്പോൾ അത് വേറൊരു ഫീലിംഗ് ആണ്. നമുക്കറിയാവുന്ന ഐലൻഡിലേക്കും ക്യാരക്ടേഴ്സിൻ്റെ അടുത്തേക്കും പിന്നെ എത്തിയ പോലെ തോന്നും. സോ ഗെയിം ഓഫ് ത്രോൺസിൻ്റെയും വാക്കിംഗ് ഡെഡിൻ്റെയും ഒക്കെ കൂടെ എടുത്തു വെക്കാൻ പറ്റിയ ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സീരീസാണ് ലോസ്റ്റ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടുവെക്കുക.
നിങ്ങൾ ഈ സീരീസ് കണ്ട ആളാണെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്